പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സെക്കൻഡ് ടൈമിലെ 2022 ഫിസിക്സിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറാണ്. അപ്പോൾ നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് കിടക്കാം. ആൻസർ എനി 4 ക്വസ്റ്റ്യൻസ് ഫ്രം 1 to 5. ഈച്ച് ക്വസ്റ്റ്യൻ ക്യാരീസ് 1 സ്കോർ. 5 ക്വസ്റ്റ്യൻസ് തന്നിട്ടുണ്ട്, 1 മാർക്കിൻ്റെ. 4 എണ്ണത്തിന് ആൻസർ ചെയ്താൽ മതി. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഐഡൻറ്റിഫൈ ദ റിലേഷൻ ഫ്രം ദി ഫസ്റ്റ് പെയർ ആൻഡ് കംപ്ലീറ്റ് ദ സെക്കൻഡ് പെയർ സ്യൂട്ടബിളി. ഫസ്റ്റ് പെയറിൻ്റെ റിലേഷൻ നോക്കിയിട്ട് സെക്കൻഡ് പെയർ കംപ്ലീറ്റ് ചെയ്യണം പറഞ്ഞിരിക്കുന്നത്. ടു സീ അവർ ഫേസ്, മുഖം നോക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നതാണ് പ്ലെയിൻ മിറർ. ഫോർ റിയർ വ്യൂ ഇൻ വെഹിക്കിൾസിൽ റിയർ വ്യൂ മിററായിട്ട് ഉപയോഗിക്കുന്നത് ഏതായിരിക്കും റിയർ വ്യൂ മിററായിട്ട് ഉപയോഗിക്കുന്നത്? കോൺവെക്സ് മിറർ. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, വിച്ച് ഈസ് ദ കൊമേഴ്ഷ്യൽ യൂണിറ്റ് ഓഫ് ഇലക്ട്രിക്കൽ എനർജി? ഇലക്ട്രിക്കൽ എനർജിയുടെ കൊമേഴ്ഷ്യൽ യൂണിറ്റ് എന്ന് പറയുന്നത് കിലോ വാട്ട് അവർ ആണ്. റേഷ്യോ ഓഫ് ദ ഹൈറ്റ് ഓഫ് ഇമേജ് ടു ഹൈറ്റ് ഓഫ് ദ ഒബ്ജക്റ്റ് ഇൻഡിക്കേറ്റ്സ്. ഒരു വസ്തുവിൻ്റെ ഉയരവും അതേപോലെ തന്നെ അതിൻ്റെ ഇമേജിൻ്റെ ഉയരവും തമ്മിലുള്ള റേഷ്യോനെ സൂചിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് മാഗ്നിഫിക്കേഷൻ ഉപയോഗിക്കുന്നത്. നാലാമത്തെ ക്വസ്റ്റ്യൻ, ദ മെഷർ ദാറ്റ് ഷോസ് ഹൗ എ മീഡിയം ഇൻഫ്ലുവൻസസ് ദ സ്പീഡ് ഓഫ് ലൈറ്റ് പാസിംഗ് ത്രൂ ഇറ്റ് ഈസ്. പ്രകാശത്തിൻ്റെ വേഗത്തിനെ ഡിപ്പെൻഡ് ചെയ്യാനുള്ള ഒരു മീഡിയത്തിൻ്റെ കഴിവിനെ പറയുന്നതാണ് ഒപ്റ്റിക്കൽ ഡെൻസിറ്റി. അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ, പവർ ഓഫ് ദ പ്രൈമറി ഓഫ് എ സ്റ്റെപ്പ് അപ്പ് ട്രാൻസ്ഫോമർ വിത്തൗട്ട് എനർജി ലോസ് ഈസ് 100 വാട്ട്. വാട്ട് ഈസ് ദ പവർ ഓഫ് ദ സെക്കൻഡറി? ഒരു സ്റ്റെപ്പ് അപ്പ് ട്രാൻസ്ഫോമറിൻ്റെ പ്രൈമറിയിലെ പവർ 100 വാട്ടാണ്. അവിടെ എനർജി ലോസ് ഒന്നും വരുന്നില്ല എങ്കിൽ സെക്കൻഡറിയിലെ പവർ എത്രയായിരിക്കും എന്നാണ് ചോദിച്ചിരിക്കുന്നത്. എനർജി ലോസ് ഒന്നും ഉണ്ടാവില്ല എന്നുണ്ടെങ്കിൽ സെക്കൻഡറിയിലെ പവർ എന്ന് പറയുന്നത് 100 വാട്ട് തന്നെയായിരിക്കും. നെക്സ്റ്റ്, ആൻസർ എനി 4 ക്വസ്റ്റ്യൻസ് ഫ്രം 6 to 10. ഈച്ച് ക്വസ്റ്റ്യൻസ് ക്യാരീസ് 2 സ്കോർസ്. 6 മുതൽ 10 വരെയുള്ള ക്വസ്റ്റ്യനുകളിൽ ഏതെങ്കിലും 4 എണ്ണത്തിന് ആൻസർ ചെയ്താൽ മതി. 2 മാർക്ക് വീതമാണ് ഓരോന്നിനും. ആറാമത്തെ ക്വസ്റ്റ്യൻ, സിമ്പിൾ ഓഫ് എ കമ്പോണൻറ്റ് യൂസ്ഡ് ഇൻ ഇലക്ട്രിക്കൽ സർക്യൂട്ട്സ് ഈസ് ഗിവൺ ബിലോ. ഐഡൻറ്റിഫൈ ദ സിമ്പിൾ. ഇലക്ട്രിക്കൽ സർക്യൂട്ടിൽ ഉപയോഗിക്കുന്ന ഒരു കമ്പോണൻ്റ് ആണിത്. ഇത് ഏതാണെന്ന് ഐഡൻറ്റിഫൈ ചെയ്യാണ് പറഞ്ഞിരിക്കുന്നത്. ഇത് ഏതിൻ്റെ സിമ്പിളാണ്? ഇൻഡക്ടറിൻ്റെ സിമ്പിളാണ്. ബി ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദ ഫങ്ഷൻ ഓഫ് ദിസ് കമ്പോണൻറ്റ്? ഇൻഡക്ടറിൻ്റെ ഫങ്ഷൻ എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അതിൻ്റെ ആൻസർ, ഇൻഡക്ടേഴ്സ് ആർ യൂസ്ഡ് ടു റെഡ്യൂസ് കറൻറ്റ് ഇൻ എ സി സർക്യൂട്ട്സ് ടു ദ ഡിസൈർഡ് വാല്യൂ വിത്തൗട്ട് ലോസ് ഓഫ് പവർ. അതായത് ഒരു എ സി സർക്യൂട്ടിൽ പവർ ലോസ് ഒന്നും ഉണ്ടാകാതെ കറണ്ടിൻ്റെ അളവ് ആവശ്യത്തിനനുസരിച്ചിട്ട് കുറയ്ക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇൻഡക്ടറുകൾ ഉപയോഗിക്കുന്നത്. ഏഴാമത്തെ ക്വസ്റ്റ്യൻ, ആംഗിൾ ബിറ്റ്വീൻ റിഫ്ലക്റ്റിംഗ് സർഫസസ് ഓഫ് 2 പ്ലെയിൻ മിറേഴ്സ് ഈസ് 60 ഡിഗ്രി. ഹൗ മെനി ഇമേജസ് ആർ ഫോംഡ് ഇൻ ബിറ്റ്വീൻ ദം? 2 പ്ലെയിൻ മിറേഴ്സ് 60 ഡിഗ്രിയിൽ അറേഞ്ച് ചെയ്ത് വെച്ചിരിക്കുകയാണ്. അവയ്ക്കിടയിൽ ഫോം ചെയ്യുന്ന ഇമേജുകളുടെ എണ്ണം കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഈ ഇമേജുകളുടെ എണ്ണം കണ്ടുപിടിക്കാൻ വേണ്ടിയുള്ള ഇക്വേഷനാണ് നമ്പർ ഓഫ് ഇമേജസ് n is equal to 360 divided by theta minus 1. ഇവിടെ ആംഗിൾ 60 ഡിഗ്രി തന്നിട്ടുണ്ട്. അപ്പോൾ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പോൾ 360 ഡിവൈഡഡ് ബൈ 60 മൈനസ് 1. 360-ലെ 0യും 60-ലെ ഒരു 0യും ക്യാൻസൽ ചെയ്ത് പോകും. 36-ൽ 6 പ്രാവശ്യം. അപ്പോൾ 6 മൈനസ് 1 5. അപ്പോൾ നമ്പർ ഓഫ് ഇമേജസ് എന്ന് പറയുന്നത് 5 ആയിരിക്കും. എട്ടാമത്തെ ക്വസ്റ്റ്യൻ, ഫൈൻഡ് ഔട്ട് ദ കറക്റ്റ് സ്റ്റേറ്റ്മെൻറ്റ്സ് റിലേറ്റഡ് ടു പ്ലെയിൻ മിറേഴ്സ് ഫ്രം ദി ഫോളോയിങ്. തന്നിരിക്കുന്നതിൽ പ്ലെയിൻ മിററുമായി ബന്ധപ്പെട്ടുള്ള ശരിയായിട്ടുള്ള പ്രസ്താവനകൾ ഏതെല്ലാമാണെന്ന്. എ, വെർച്വൽ ഇമേജ് ഈസ് ഫോംഡ്. ബി, റിയൽ ഇമേജ് ഈസ് ഫോംഡ്. സി, ഇമേജ് ഫോംഡ് ഈസ് മാഗ്നിഫൈഡ്. ഡി, ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ മിറർ ആൻഡ് ഒബ്ജക്റ്റ് ആൻഡ് ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ഇമേജ് ആൻഡ് മിറർ. പ്ലെയിൻ മിററിൻ്റെ ഫീച്ചേഴ്സാണ് വെർച്വൽ ഇമേജ് ഫോം ചെയ്യുക. അതുപോലെ തന്നെ മിററിൽ നിന്നും ഒബ്ജക്റ്റിലേക്കുള്ള ഡിസ്റ്റൻസും ഇമേജിലേക്കുള്ള ഡിസ്റ്റൻസും ഈക്വൽ ആയിരിക്കുക എന്നുള്ളത്. അപ്പോൾ അത് വെച്ച് നോക്കുമ്പോൾ എയും ഡിയും ആണ് ഇവിടെ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. 9ാമത്തെ ക്വസ്റ്റ്യൻ, ഹൗ ഡു 3-pin പ്ലഗ് എൻഷ്യൂർ ബെറ്റർ സേഫ്റ്റി ഇൻ ഹൗസ് ഹോൾഡ് ഇലക്ട്രിക് സർക്യൂട്ട്സ്? ഇലക്ട്രിക് സർക്യൂട്ടുകളിൽ, അതായത് നമ്മുടെ വീടുകളിൽ ഉപയോഗിക്കുന്ന ഇലക്ട്രിക് സർക്യൂട്ടുകളിൽ 3-pin പ്ലഗുകൾ സുരക്ഷ ഉറപ്പാക്കുന്നത് എങ്ങനെയെന്ന് എക്സ്പ്ലെയിൻ ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. അതിൻ്റെ ആൻസർ, ദ 3-pin പ്ലഗ് ഈസ് സ്പെഷ്യലി ഡിസൈൻഡ് ടു ഓപ്പറേറ്റ് റെഫ്രിജറേറ്റർ, മൈക്രോവേവ് ovens ആൻഡ് അതർ മെറ്റൽ ബോഡി അപ്ലയൻസസ്. ഓൾ ഓഫ് ദീസ് need to be earthen to eliminate the risk of electric shock caused by an electricity leakage passed to the metal body. 3-pin പ്ലഗ് സാധാരണയായിട്ട് ഡിസൈൻ ചെയ്തിരിക്കുന്നത് മെറ്റൽ ബോഡിയുള്ള ഉപകരണങ്ങൾ പ്രവർത്തിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്.
ഇപ്പോൾ മെറ്റൽ ബോഡിയുമായിട്ട് ഇപ്പോൾ കറണ്ട് ഒരു കോണ്ടാക്റ്റ് വരാമെന്നുണ്ടെങ്കിൽ 3 പിൻ പ്ലഗിലെ വലിയ പിന്നിൻ്റെ പ്രത്യേകത എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിന് വലിപ്പം കൂടുതലും നീളം കൂടുതലായിരിക്കും. അപ്പോൾ ആ പിന്ന് ഭൂമിയുമായിട്ട് കോണ്ടാക്റ്റ് ഉണ്ടാവും. അപ്പോൾ എങ്ങാനും ലീക്കേജ് ഉണ്ടാവുകയെന്നുണ്ടെങ്കിൽ ആ കറണ്ട് വലിയ പിന്നിലൂടെ ഭൂമിയിലേക്ക് ഒഴുകും. അങ്ങനെ ഇലക്ട്രിക് ഷോക്ക് ഒഴിവാക്കാൻ സാധിക്കും. 10ാമത്തെ ക്വസ്റ്റ്യൻ, ദ മാഗ്നിഫിക്കേഷൻ ഓഫ് ആൻ ഇമേജ് ഫോംഡ് ബൈ എ കോൺകേവ് മിറർ ഈസ് നെഗറ്റീവ്. എ, വാട്ട് ഈസ് ദ പൊസിഷൻ ഓഫ് ദ ഒബ്ജക്റ്റ്? ബി, വാട്ട് ഈസ് ദ പൊസിഷൻ ഓഫ് ദ ഇമേജ്? ഒരു കോൺകേവ് മിററിൻ്റെ മാഗ്നിഫിക്കേഷൻ -1 വരാണെന്നുണ്ടെങ്കിൽ ഒബ്ജക്റ്റിൻ്റെയും ഇമേജിൻ്റെയും പൊസിഷൻ എവിടെയായിരിക്കും എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഒബ്ജക്റ്റിൻ്റെയും ഇമേജിൻ്റെയും പൊസിഷൻ സെൻറ്റർ ഓഫ് കർവേച്ചറിലായിരിക്കും. നെക്സ്റ്റ്, ആൻസർ എനി 4 ക്വസ്റ്റ്യൻസ് ഫ്രം 11 to 15. 11 മുതൽ 15 വരെയുള്ളതിൽ 4 എണ്ണത്തിന് ആൻസർ ചെയ്താൽ മതി. 3 മാർക്ക് വെച്ചിട്ടാണ് ഓരോന്നിനും കിട്ടുന്നത്. അപ്പോൾ 11ാമത്തെ ക്വസ്റ്റ്യൻ, ഒബ്സർവ് ദ ഫിഗേഴ്സ്. ഹൗ മച്ച് ഈസ് ദ ക്രിട്ടിക്കൽ ആംഗിൾ ഓഫ് ഗ്ലാസ്? ഗ്ലാസിൻ്റെ ക്രിട്ടിക്കൽ ആംഗിൾ എത്രയാണെന്ന്. ഗ്ലാസിൻ്റെ ക്രിട്ടിക്കൽ ആംഗിൾ 42 ഡിഗ്രിയാണ്. വാട്ട് ഈസ് മീൻ ബൈ ക്രിട്ടിക്കൽ ആംഗിൾ? ക്രിട്ടിക്കൽ ആംഗിൾ എന്താണ് ഇതാണ് പറഞ്ഞിരിക്കുന്നത്. ക്രിട്ടിക്കൽ ആംഗിൾ എന്താണെന്ന് നോക്കാം. വെൻ എ റേ ഓഫ് ലൈറ്റ് പാസസ് ഫ്രം എ മീഡിയം ഓഫ് ഗ്രേറ്റർ ഒപ്റ്റിക്കൽ ഡെൻസിറ്റി ടു ദാറ്റ് ഓഫ് ലോവർ ഒപ്റ്റിക്കൽ ഡെൻസിറ്റി, ദ ആംഗിൾ ഓഫ് ഇൻസിഡൻസ് അറ്റ് വിച്ച് ദ ആംഗിൾ ഓഫ് റിഫ്രാക്ഷൻ ബിക്കംസ് 90 ഡിഗ്രി ഈസ് ദ ക്രിട്ടിക്കൽ ആംഗിൾ. ലൈറ്റ് റേ ഒപ്റ്റിക്കൽ ഡെൻസിറ്റി കൂടിയ മീഡിയത്തിൽ നിന്നും കുറഞ്ഞ മീഡിയത്തിലേക്ക് കടന്നു പോകുന്ന സമയത്ത് റിഫ്രാക്റ്റഡ് ആംഗിൾ 90 ഡിഗ്രി ആവുമ്പോഴുള്ള ഇൻസിഡൻ്റ് ആംഗിളാണ് എന്ത് ക്രിട്ടിക്കൽ ആംഗിൾ എന്ന് പറയുന്നത്. C question, identify the figure showing total internal reflection. Total internal reflection ഷോ ചെയ്യുന്ന ഫിഗർ ഏതാണെന്ന്. ഫിഗർ C ആണ് ടോട്ടൽ ഇൻറ്റേർണൽ റിഫ്ലക്ഷനെ സൂചിപ്പിക്കുന്നത്. ടോട്ടൽ ഇൻറ്റേർണൽ റിഫ്ലക്ഷൻ അറിയാത്തവർക്ക് വേണ്ടി പറയാം. ഒപ്റ്റിക്കൽ ഡെൻസിറ്റി കൂടിയ മീഡിയത്തിൽ നിന്നും കുറഞ്ഞ മീഡിയത്തിലേക്ക് ലൈറ്റ് പാസ് ചെയ്യുന്ന സമയത്ത് ക്രിട്ടിക്കൽ ആംഗിളിനേക്കാളും കൂടിയ ആംഗിളിലാണ് ഇൻസിഡൻ്റ് ആംഗിൾ വരുന്നതെങ്കിൽ ആ പ്രകാശരശ്മിക്ക് റിഫ്രാക്ഷൻ സംഭവിക്കില്ല. റിഫ്രാക്ഷൻ സംഭവിക്കാതെ അത് സെയിം മീഡിയത്തിലേക്ക് തന്നെ, അത് എവിടെ നിന്നാണോ വരുന്നത് ആ മീഡിയത്തിലേക്ക് തന്നെ അത് റിഫ്ലക്റ്റ് ചെയ്യും. അതിനാണ് പറയുന്നത് ടോട്ടൽ ഇൻറ്റേർണൽ റിഫ്ലക്ഷൻ. 12ാമത്തെ ക്വസ്റ്റ്യൻ, ഒബ്സർവ് ദ ഫിഗർ. ദ കണ്ടക്ടർ AB ഈസ് മൂവ്ഡ് അപ്വേർഡ് സഡൻലി പെർപെൻഡിക്കുലർ ടു ദ പ്ലെയിൻ ഓഫ് ദ പേപ്പർ വിച്ച് ഈസ് ദ ഡയറക്ഷൻ ഓഫ് ദ ഇൻഡ്യൂസ്ഡ് കറണ്ട്. AB എന്ന് പറയുന്ന ഒരു കണ്ടക്ടറിനെ പെട്ടെന്ന് ഒരു പേപ്പറിന് പെർപെൻഡിക്കുലറായിട്ട് മുകളിലേക്ക് ഉയർത്തുകയാണെന്നുണ്ടെങ്കിൽ അതിലുണ്ടാകുന്ന ഇൻഡ്യൂസ്ഡ് കറണ്ടിൻ്റെ ഡയറക്ഷൻ ഏതായിരിക്കുന്നു? ഇതിൻ്റെ ആൻസർ വരുന്നത് ഫ്രം B to A. ക്വസ്റ്റ്യൻ, വിച്ച് ഈസ് ദ ലോ ദാറ്റ് ഹെൽപ്പ് us ടു റീച്ച് ദീസ് കൺക്ലൂഷൻ? സ്റ്റേറ്റ് ദ ലോ. ഈ ഒരു കൺക്ലൂഷനിലേക്ക് എത്തിച്ചേരാൻ ഹെൽപ്പ് ചെയ്ത ലോ ഏതാണ്, അതേതാണെന്ന് പ്രസ്താവിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. ആൻസർ ഫ്ലെമിങ്സ് റൈറ്റ് ഹാൻഡ് റൂളാണ്. ഫ്ലെമിങ്ങിൻ്റെ റൈറ്റ് ഹാൻഡ് റൂൾ അനുസരിച്ചിട്ട് നമുക്ക് പറയാം, ഇമാജിൻ എ കണ്ടക്ടർ മൂവിങ് പെർപെൻഡിക്കുലർ ടു എ മാഗ്നറ്റിക് ഫീൽഡ്, സ്ട്രെച്ച് ദ forefinger, മിഡിൽ ഫിംഗർ ആൻഡ് ദ തംബ് ഓഫ് ദ റൈറ്റ് ഹാൻഡ് ഇൻ മ്യൂച്വലി പെർപെൻഡിക്കുലർ ഡയറക്ഷൻസ്. ഇഫ് ദ forefinger represents the direction of the magnetic field and the thumb represents the direction of motion of the conductor, then the middle finger represents direction of induced current. 13ാമത്തെ ക്വസ്റ്റ്യൻ, an object of height 6 cm is placed at a distance of 8 cm in front of a concave mirror. ഒരു കോൺകേവ് മിററിൻ്റെ ഫ്രണ്ടിൽ 8 സെൻറ്റിമീറ്റർ അകലെ 6 സെൻറ്റിമീറ്റർ ഉയരമുള്ള ഒരു വസ്തു വെച്ചപ്പോൾ അതിൻ്റെ റിയൽ ഇമേജ് 16 സെൻറ്റിമീറ്റർ അകലെ ലഭിച്ചു എന്നാണ് പറയുന്നത്. എ, കാൽക്കുലേറ്റ് ദ മാഗ്നിഫിക്കേഷൻ ഓഫ് ദ ഇമേജ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ആ ഇമേജിൻ്റെ മാഗ്നിഫിക്കേഷൻ കണ്ടുപിടിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. ആദ്യം തന്നെ തന്നിരിക്കുന്ന വാല്യൂസ് നമുക്ക് എടുത്തെഴുതാം. U = -8 സെൻറ്റിമീറ്റർ, HO ഒബ്ജക്റ്റിൻ്റെ ഹൈറ്റ് 6 സെൻറ്റിമീറ്റർ, V എന്ന് പറഞ്ഞാൽ -16 സെൻറ്റിമീറ്റർ. മാഗ്നിഫിക്കേഷൻ M കാണുന്ന ഇക്വേഷൻ -V/U. അപ്പോൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ -Vയുടെ സ്ഥാനത്ത് -16, Uൻ്റെ സ്ഥാനത്ത് -8. ഡിവിഷൻ ചെയ്യുന്ന സമയത്ത് മൈനസും മൈനസും പ്ലസ് ആവും. 16-8 2 പ്രാവശ്യം. ഓൾറെഡി ഇവിടെ മൈനസ് ഉള്ളത് കൊണ്ട് -2 കിട്ടും. ബി ക്വസ്റ്റ്യനിൽ നമുക്ക് ഹൈറ്റ് ഓഫ് ദി ഇമേജ് കണ്ടുപിടിക്കണം. മാഗ്നിഫിക്കേഷൻ M കാണുള്ള ഇക്വേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ HI/HO അങ്ങനെ ഒരു ഇക്വേഷനും കൂടി ഉണ്ട്. അപ്പോൾ നമുക്ക് എമ്മിൻ്റെ സ്ഥാനത്ത് HI/HO എന്ന് പറഞ്ഞ് കൊടുക്കാം. ദാറ്റ് ഈസ് ഈക്വൽ ടു എന്താ -V/U ആണ്. അപ്പോൾ നമുക്ക് ഇതിൽ നിന്ന് HI കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് -V/U × HO ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്യുമ്പോൾ HO ഈക്വൽ അപ്പുറത്തെ സൈഡിലേക്ക് പോകും, റൈറ്റ് സൈഡിലേക്ക് പോകും. അപ്പോൾ നമുക്ക് -V/Uന് -2 കൊടുക്കാം, HOന് നമുക്ക് 6 കൊടുക്കാം. -2 × 6 ദാറ്റ് ഈസ് ഈക്വൽ ടു 12 സെൻറ്റിമീറ്റർ കിട്ടും, -12 സെൻറ്റിമീറ്റർ കിട്ടും.
14ാമത്തെ ക്വസ്റ്റ്യൻ, എ ട്രാൻസ്ഫോമർ വിത്തൗട്ട് പവർ ലോസ് ഹാവ് 1,500 ടേൺസ് ഇൻ ദ പ്രൈമറി ആൻഡ് 7,500 ടേൺസ് ഇൻ ദ സെക്കൻഡറി. വോൾട്ടേജ് അക്രോസ് സെക്കൻഡറി ഈസ് 250 വോൾട്ട് ആൻഡ് പവർ ഓഫ് ദ ട്രാൻസ്ഫോമർ ഈസ് 100 വാട്ട്. ക്വസ്റ്റ്യൻ പറഞ്ഞിരിക്കുന്നത് പവർ ലോസ് ഇല്ലാത്ത ഒരു ട്രാൻസ്ഫോമറിൻ്റെ പ്രൈമറിയിൽ 1,500 ചുറ്റുകളും സെക്കൻഡറിയിൽ 7,500 ചുറ്റുകളുമുണ്ട്. സെക്കൻഡറിയിലെ വോൾട്ടേജ് 250 വോൾട്ടാണ്. ട്രാൻസ്ഫോമറിൻ്റെ പവർ 100 വാട്ട്. എ ക്വസ്റ്റ്യൻ പറഞ്ഞിരിക്കുന്നത് വാട്ട് ഈസ് ദ വർക്കിംഗ് പ്രിൻസിപ്പിൾ ഓഫ് എ ട്രാൻസ്ഫോമർ. ട്രാൻസ്ഫോമർ ഏത് പ്രിൻസിപ്പളിൻ്റെ അടിസ്ഥാനത്തിലാണ് വർക്ക് ചെയ്യുന്നതെന്ന് നമുക്ക് പറയാം, മ്യൂച്വൽ ഇൻഡക്ഷൻ. ബി ക്വസ്റ്റ്യൻ, കാൽക്കുലേറ്റ് ദ പ്രൈമറി വോൾട്ടേജ്. ഇക്വേഷൻ നമുക്ക് നോക്കാം. വി എസ് ബൈ വി പി സിക്വൽ ടു എൻ എസ് ബൈ എൻ പി. ഇതിൽ വി പി കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് വി എസ് ഇൻറ്റു എൻ പി ഡിവൈഡഡ് ബൈ എൻ എസ്, അതായത് തന്നിരിക്കുന്ന ഇക്വേഷൻ നമ്മൾ ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്യുമ്പോൾ അതിൽ നിന്നും വി പി കണ്ടുപിടിക്കുകയാണ്. തന്നിരിക്കുന്ന വാല്യൂസ് ഇക്വേഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. വി എസ് സിക്കൽ ടു 250, എൻ പി സിക്കൽ ടു 1,500, എൻ എസ് സിക്കൽ ടു 7,500. അപ്പോൾ അതിൽ വെട്ടിച്ചെറുതാക്കലൊക്കെ കഴിയുമ്പോൾ ആൻസർ വരുന്നത് 50 വോൾട്ടാണ്. സി ക്വസ്റ്റ്യൻ നോക്കാം. കാൽക്കുലേറ്റ് ദ പ്രൈമറി കറണ്ട്. പ്രൈമറിയിലെ കറണ്ട് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ വി പി ഇൻറ്റു ഐ പി സിക്കൽ ടു വി എസ് ഇൻറ്റു ഐ എസ്, ദാറ്റ് ഇസ് ഇക്വൽ ടു ഐ പി സിക്കൽ ടു വി എസ് ഇൻറ്റു ഐ എസ് ഡിവൈഡഡ് ബൈ വി പി. ഇതാണ് പ്രൈമറിയിലെ കറണ്ട് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ. ഇപ്പോൾ നമുക്ക് സെക്കൻഡറിയിലെ പവറും അതുപോലെ തന്നെ വോൾട്ടേജ് തന്നിട്ടുണ്ട്. അതിൽ നിന്ന് നമുക്ക് സെക്കൻഡറിയിലെ കറണ്ട് കണ്ടുപിടിക്കാം. അപ്പോൾ ഇക്വേഷൻ വരുന്നത് പി സിക്കൽ ടു വി ഐ, അതിൽ നിന്നും ഐ സിക്കൽ ടു പി ബൈ വി. പി തന്നിട്ടുണ്ട് 100, അതുപോലെ തന്നെ വി തന്നിട്ടുണ്ട് 250. അപ്പോൾ 100/250 ദാറ്റ് ഈസ് ഈക്വൽ ടു 0.4 ആംപിയർ. ഇനി പ്രൈമറിയിലെ കറണ്ട് കണ്ടുപിടിക്കണം. അതിനുള്ള ഇക്വേഷൻ വി എസ് ഇൻറ്റു ഐ എസ് ഡിവൈഡ് ബൈ വി പി. അതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക 250 ഇൻറ്റു 0.4 ഡിവൈഡ് ബൈ 50. അപ്പോൾ വെട്ടിച്ചതാക്കി കഴിയുമ്പോൾ 2 ആംപിയർ കിട്ടും. 15ാമത്തെ ക്വസ്റ്റ്യൻ, ഒബ്സർവ് ദ ഫിഗേഴ്സ്. ലൈറ്റ് റേ ഇൻസിഡൻറ്റ് ഓൺ 2 ഡിഫറെൻറ്റ് മീഡിയ ഈസ് ഡെപിക്റ്റഡ്. ഇവിടെ ലൈറ്റ് റേ ഒരു മീഡിയത്തിൽ നിന്നും മറ്റൊരു മീഡിയത്തിലേക്ക് കടക്കുന്ന 2 പിക്ചറാണ് തന്നിരിക്കുന്നത്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് മീഡിയ ഹാസ് ഹയർ ഒപ്റ്റിക്കൽ ഡെൻസിറ്റി, എക്സ്പ്ലെയിൻ വൈ. ഇതിൽ ഏത് മീഡിയത്തിലാണ് ഒപ്റ്റിക്കൽ ഡെൻസിറ്റി കൂടുതൽ, എന്തുകൊണ്ടെന്ന്. അതിൻ്റെ ആൻസർ മീഡിയം 1. ഇഫ് ദ ആംഗിൾ ഓഫ് റിഫ്രാക്ഷൻ ഡിക്രീസസ് ദെൻ ദ ഒപ്റ്റിക്കൽ ഡെൻസിറ്റി ഇൻക്രീസസ്. ആംഗിൾ ഓഫ് റിഫ്രാക്ഷൻ ഡിക്രീസ് ചെയ്യുമ്പോൾ ഒപ്റ്റിക്കൽ ഡെൻസിറ്റി ഇൻക്രീസ് ചെയ്യും. ഇതാണ് അതിൻ്റെ റീസൺ. ബി ക്വസ്റ്റ്യൻ, വിച്ച് മീഡിയം ഹാസ് ഹയർ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ്. ഏത് മീഡിയത്തിനാണ് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് കൂടുതൽ. ഇതിൻ്റെ ആൻസർ മീഡിയം 1. ആൻസറിൻ്റെ എക്സ്പ്ലനേഷൻ ചോദിച്ചിട്ടില്ല, ഞാൻ ജസ്റ്റ് അറിയാത്തവർക്ക് വേണ്ടി പറയാണ്. റിഫ്രാക്റ്റഡ് ആംഗിൾ, അതായത് ആറിൻ്റെ വാല്യൂ കുറയുന്നതിനനുസരിച്ചിട്ട് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് കൂടും. അടുത്തത് 4 മാർക്കിൻ്റെ ക്വസ്റ്റ്യനാണ്. 16 മുതൽ 20 വരെ ഉണ്ട്. അതിൽ ഇഷ്ടമുള്ള 4 എണ്ണത്തിന് ആൻസർ ചെയ്താൽ മതി. 16ാമത്തെ ക്വസ്റ്റ്യൻ, ട്രാൻസ്ഫോമേഴ്സ് ഹാവ് ഇമ്പോർട്ടൻ്റ് റോൾ ഇൻ പവർ ട്രാൻസ്മിഷൻ വിത്തൗട്ട് എനർജി ലോസ്. പവർ ട്രാൻസ്മിഷൻ്റെ സമയത്ത് എനർജി ലോസ് ഒക്കെ ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയിട്ട് ട്രാൻസ്ഫോമേഴ്സ് ഇമ്പോർട്ടൻ്റ് റോളുകൾ ചെയ്യുന്നുണ്ട്. വിച്ച് ആർ ദ സ്റ്റേജസ് അറ്റ് വിച്ച് ട്രാൻസ്ഫോമേഴ്സ് ആർ യൂസ്ഡ് ഇൻ പവർ സ്റ്റേഷൻസ്. അപ്പോൾ ആ സ്റ്റേജസ് ഏതൊക്കെയാണ്, ഏതൊക്കെ ഘട്ടങ്ങളിലാണ് ട്രാൻസ്ഫോർമറുകൾ ഇങ്ങനെ ഉപയോഗിക്കുന്നത് എന്ന്. ആൻസർ പവർ സ്റ്റേഷൻ, സബ് സ്റ്റേഷൻ ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ. ബി ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദ റീസൺ ഫോർ പവർ ലോസ് ഇൻ പവർ ട്രാൻസ്മിഷൻ. പവർ ട്രാൻസ്മിഷനിൽ പവർ ലോസ് ഉണ്ടാകാനുള്ള കാരണം എന്താണെന്ന്. അതിൻ്റെ ആൻസർ ഇലക്ട്രിസിറ്റി ലോസ് ഇൻ കണ്ടക്ടർ ഡ്യൂ ടു ദ റെസിസ്റ്റൻസ് ഓഫ് വയർ ഇൻ ദ ഫോം ഓഫ് ഹീറ്റ്. സി ക്വസ്റ്റ്യൻ നോക്കാം. ഹൗ ഡു ട്രാൻസ്ഫോമേഴ്സ് ഹെൽപ്പ് ഇൻ മിനിമൈസിങ് എനർജി ലോസ് ഇൻ പവർ ട്രാൻസ്മിഷൻ. പവർ ട്രാൻസ്മിഷൻ്റെ സമയത്ത് എനർജി ലോസ് മിനിമൈസ് ചെയ്യാൻ ട്രാൻസ്ഫോമർ എങ്ങനെ ഹെൽപ്പ് ചെയ്യുന്നു എന്ന്. ആൻസർ നോക്കാം. ദ പവർ ലോസ് ക്യാൻ ബി മാനേജ്ഡ് ബൈ ഇൻക്രീസിങ് ദ വോൾട്ടേജ് ആൻഡ് ഓൾസോ ഡിക്രീസിങ് ദ കറണ്ട്. വോൾട്ടേജ് ഇൻക്രീസ് ചെയ്യുക, കറണ്ട് ഡിക്രീസ് ചെയ്യുക തുടങ്ങിയ ഓട്ടോമാറ്റിക്കലി പവർ ലോസ് നമുക്ക് മാനേജ് ചെയ്യാൻ സാധിക്കും. 17ാമത്തെ ക്വസ്റ്റ്യൻ, ഇൻ എ ഹൗസ് 5 CF lamps each of 20 watt works for 4 hours. 4 fans each of 60 watt works for 5 hours in a day. What will be the daily consumption of energy shown by the watt hour meter?
ക്വസ്റ്റ്യൻ പറഞ്ഞിരിക്കുന്നത് ഒരു വീട്ടിൽ 20 വാട്ടിൻ്റെ 5 CF ലാമ്പുകൾ 4 മണിക്കൂറും 60 വാട്ടിൻ്റെ 4 ഫാനുകൾ 5 മണിക്കൂറും വർക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഒരു ദിവസം വാട്ട് അവർ മീറ്ററിൽ രേഖപ്പെടുത്തുന്ന എനർജി എത്രയാണെന്ന് കണ്ടെത്താനാണ് പറഞ്ഞിരിക്കുന്നത്. ആൻസർ നോക്കാം. ഒരു CFLൻ്റെ പവർ എന്ന് പറഞ്ഞാൽ 20 വാട്ടാണ്. അതുപോലത്തെ 5 എണ്ണം ഉണ്ട്. അപ്പോൾ നമുക്ക് ടോട്ടൽ പവർ ഓഫ് CFL കണ്ടുപിടിക്കാം. 5 × 20 വാട്ട് ദാറ്റ് ഈസ് ഈക്വൽ ടു 100 വാട്ട്. അതുപോലെ തന്നെ ഫാൻ 4 എണ്ണമാണ് വർക്ക് ചെയ്യുന്നത് 60 വാട്ടിൻ്റെ. അപ്പോൾ 4 × 60 240 വാട്ട്. എനർജി ഇൻ കിലോ വാട്ട് അവറിൻ്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് പവർ ഇൻ വാട്ട് ഇൻറ്റു ടൈം ഇൻ അവർ ഡിവൈഡഡ് ബൈ 1000. അപ്പോൾ എനർജി കൺസ്യൂംഡ് ബൈ CFL കണ്ടുപിടിക്കണം. അപ്പോൾ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ 100 × 4 ഡിവൈഡഡ് ബൈ 1000. അതിനെ വെട്ടി ചെറുതാക്കുമ്പോൾ 4/10 വരും. ആൻസർ 0.4 യൂണിറ്റ് വരും. ഇനി എനർജി കൺസ്യൂംഡ് ബൈ ഫാനിൻ്റെ എനർജി കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് 240 × 5 ഡിവൈഡഡ് ബൈ 1000 വെട്ടി ചെറുതാക്കുമ്പോൾ 120/100 വരും. അതിൽ 0 ക്യാൻസൽ ചെയ്യുമ്പോൾ 1.2 യൂണിറ്റ്. ടോട്ടൽ എനർജി എന്ന് പറയുമ്പോൾ 0.4 + 1.2 ദാറ്റ് ഈസ് ഈക്വൽ ടു 1.6 യൂണിറ്റ്. 18ാമത്തെ ക്വസ്റ്റ്യൻ. ഇലക്ട്രിക് ഷോക്ക് മേ ലെഡ് ടു ഡെത്ത്. ഹെൻസ് ഇലക്ട്രിസിറ്റി ഈസ് ടു ബി ഹാൻഡിൽഡ് വിത്ത് ഓൾമോസ്റ്റ് കൺസേൺ ഫോർ സേഫ്റ്റി. വൈദ്യുതാഘാതം മരണത്തിന് കാരണമാകാറുണ്ട്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ വൈദ്യുതി സുരക്ഷിതമായിട്ട് ഉപയോഗിക്കേണ്ടതുണ്ട്. വാട്ട് ആർ ദ പ്രിക്കോഷൻസ് ടു അവോയ്ഡ് ഇലക്ട്രിക് ഷോക്ക്? എനി 4. അപ്പോൾ വൈദ്യുതാഘാതം ഇലക്ട്രിക് ഷോക്ക് ഏൽക്കാതിരിക്കാൻ പാലിക്കേണ്ട മുൻകരുതലുകൾ ഏതെല്ലാമാണെന്ന് 4 എണ്ണം എഴുതാൻ പറഞ്ഞിട്ടുണ്ട്. നമുക്ക് അതിൻ്റെ ആൻസർ നോക്കാം. 3ാമത്തെ ചാപ്റ്ററിൽ നിന്നുള്ള ക്വസ്റ്റ്യൻ ആണത്. ടെക്സ്റ്റ് ബുക്കിൽ തന്നെ കുറേ പോയിന്റ്സ് തന്നിട്ടുണ്ട്. ഇതിൽ നിന്നും ഈസി ആയിട്ടുള്ള 4 എണ്ണം നന്നായിട്ട് പഠിക്കാം കേട്ടോ. ബി ക്വസ്റ്റ്യൻ. റൈറ്റ് ഡൗൺ സം ഫസ്റ്റ് എയ്ഡ്സ് ടു ബി ഗിവൺ ഇൻ ദ കേസ് ഓഫ് ഇലക്ട്രിക് ഷോക്ക്. നമുക്ക് ഷോക്കേറ്റ ആൾക്ക് എന്തൊക്കെ ഫസ്റ്റ് എയ്ഡ് കൊടുക്കാൻ പറ്റുന്നു? ഏതെങ്കിലും 4 എണ്ണം എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. അതിൻ്റെ ആൻസർ നോക്കാം. റൈസ് ദ ടെമ്പറേച്ചർ ഓഫ് ദ ബോഡി ബൈ മസാജിങ്. 2ാമത്തെ ഗിവ് ആർട്ടിഫിഷ്യൽ റെസ്പിറേഷൻ. 3ാമത്തെ പോയിന്റ് മസാജ് ദ മസിൽസ് ആൻഡ് ബ്രിങ് ദം ടു ദ ഒറിജിനൽ കണ്ടീഷൻ. 4ാമത്തെ സ്റ്റാർട്ട് ഫസ്റ്റ് എയ്ഡ് ഫോർ ദ ഫങ്ഷനിങ് ഓഫ് ദ ഹാർട്ട്. ഫസ്റ്റ് എയ്ഡിനെ കുറിച്ച് നിങ്ങൾക്ക് അറിയാവുന്നത് കൊണ്ട് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യണില്ല. അപ്പോൾ നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. 19ാമത്തെ ക്വസ്റ്റ്യൻ. ലൈറ്റ് ഈസ് റിഫ്ലക്റ്റഡ് ഫ്രം ദ സർഫസ് ഓഫ് മിറേഴ്സ് ആസ് വെൽ ആസ് റഫ് സർഫസസ് ലൈക്ക് വോൾസ്. ലൈറ്റ് മിററിൻ്റെ സർഫസിലും റിഫ്ലക്റ്റ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ റഫായിട്ടുള്ള വോളുകളിലും റിഫ്ലക്റ്റ് ചെയ്യുന്നുണ്ട്. എ ക്വസ്റ്റ്യൻ. കമ്പയർ ദ ടൈപ്സ് ഓഫ് റിഫ്ലക്ഷൻ ഫ്രം എ റഫ് വാൾ ആൻഡ് എ മിറർ. റഫ് വാളിലും മിററിലും നടക്കുന്ന റിഫ്ലക്ഷൻ കമ്പയർ ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. അതിൻ്റെ ആൻസർ നോക്കാം. വാളിൽ ഇറഗുലർ റിഫ്ലക്ഷനാണ് സംഭവിക്കുന്നത്. വെൻ ലൈറ്റ് ഫോൾസ് ഓൺ എ റഫ് സർഫസ് ഇറ്റ് അണ്ടർഗോസ് എൻ ഇറഗുലർ റിഫ്ലക്ഷൻ. ദിസ് ഈസ് സ്കാറ്റേർഡ് റിഫ്ലക്ഷൻ. മിററിലാണെന്നുണ്ടെങ്കിൽ റെഗുലർ റിഫ്ലക്ഷനാണ് നടക്കുന്നത്. റെഗുലർ റിഫ്ലക്ഷൻ എന്ന് പറഞ്ഞാൽ വെൻ ലൈറ്റ് ഫോൾസ് ഓൺ എ സ്മൂത്ത് സർഫസ് ഇറ്റ് അണ്ടർഗോസ് റെഗുലർ റിഫ്ലക്ഷൻ. ബി ക്വസ്റ്റ്യൻ നോക്കാം. റൈറ്റ് ഡൗൺ 1 യൂസ് ഓഫ് റിഫ്ലക്ഷൻ ഫ്രം വാൾസ്. വാളുകളിൽ റിഫ്ലക്ഷൻ നടക്കുന്നത് കൊണ്ടുള്ള ഒരു ഗുണം എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. ആൻസർ. ഒബ്ജക്ട്സ് നിയർ ദ വാൾസ് ആർ വിസിബിൾ ഡ്യൂ ടു റിഫ്ലക്ഷൻ ഓഫ് ലൈറ്റ് ഫ്രം ദ വാൾ. ചുവരിൽ നിന്ന് ലൈറ്റ് റിഫ്ലക്റ്റ് ചെയ്യുമ്പോൾ അതിനടുത്തുള്ള വസ്തുക്കളെ നമുക്ക് കാണാൻ സാധിക്കും. സി ക്വസ്റ്റ്യൻ നോക്കാം. ക്ലിയർ ഇമേജസ് ആർ നോട്ട് ഫോംഡ് ഡ്യൂ ടു ദ റിഫ്ലക്ഷൻ ഫ്രം എ റഫ് സർഫസ്. ഡിസ്ക്രൈബ് ദ റീസൺ. വാളിൽ നിന്നുള്ള റിഫ്ലക്റ്റഡ് റൈസിൽ നിന്നും ക്ലിയർ ഇമേജ് ലഭിക്കാത്തതിന് കാരണം വ്യക്തമാക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. ആൻസർ. ലൈറ്റ് ആർ റിഫ്ലക്റ്റഡ് ഇൻ ഡിഫറെൻറ്റ് ഡയറക്ഷൻസ് സോ ദേ കനോട്ട് ഫോം എൻ ഇമേജ്. ലൈറ്റ് റിഫ്ലക്റ്റ് ചെയ്യുന്നത് ഡിഫറെൻറ്റ് ഡയറക്ഷനിലായതുകൊണ്ട് അതിന് ഒരു ഇമേജ് രൂപപ്പെടുത്താൻ കഴിയില്ല. 20ാമത്തെ ക്വസ്റ്റ്യൻ. ഒബ്സർവ് ദ ഫിഗർ. എ ക്വസ്റ്റ്യൻ. വാട്ട് ഈസ് ദ ആംഗിൾ ഓഫ് ഇൻസിഡൻസ് ഷോൺ ഇൻ ദ ഫിഗർ. തന്നിരിക്കുന്ന ഫിഗറിൽ ആംഗിൾ ഓഫ് ഇൻസിഡൻസ് എത്രയാണെന്ന്. ഇപ്പോൾ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും 30 ആണെന്ന് അല്ലേ. അവിടെ എന്താ 30 ഡിഗ്രി തന്നിട്ടുണ്ട് ഓൾറെഡി. അപ്പോൾ നിങ്ങൾ വിചാരിക്കുക എന്താ 30 ഡിഗ്രിയാണ് ആംഗിൾ ഓഫ് ഇൻസിഡൻസ്. പക്ഷേ ആംഗിൾ ഓഫ് ഇൻസിഡൻസ് എന്ന് പറയുന്നത് ഇൻസിഡൻറ്റ് റേയും നോർമലും തമ്മിലുള്ള ആംഗിളാണ് എന്ത് ഇൻസിഡൻറ്റ് ആംഗിൾ എന്ന് പറയുന്നത്. അപ്പോൾ അവിടെ എത്ര വരും? ഓൾറെഡി അവിടെ 30 തന്നിട്ടുണ്ട്. ബാക്കി വരുന്നത് 60 ആയിരിക്കും. ആകെ 90 ഡിഗ്രി ആണല്ലോ. ബി ക്വസ്റ്റ്യൻ. വിച്ച് ലോ ഹെൽപ്പ് us ടു ഫൈൻഡ് ദ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് വാട്ടർ. വാട്ടറിൻ്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട്
ഏത് ഇക്വേഷൻ ഏത് ലോ ആണ് യൂസ് ചെയ്യുന്നത്? സ്നെൽസ് ലോ. സി ക്വസ്റ്റ്യൻ ഹൗ ഈസ് ദ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് വാട്ടർ കാൽക്കുലേറ്റഡ് യൂസിങ് ദിസ് ലോ? എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്? സൈൻ ഐ ബൈ സൈൻ ആർ. ഡി ക്വസ്റ്റ്യൻ വാട്ട് ഈസ് മീൻഡ് ബൈ റിലേറ്റീവ് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ്? അതിൻ്റെ ആൻസർ ദ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് വൺ മീഡിയം വിത്ത് റെസ്പെക്ട് ടു അനദർ ഈസ് കോൾഡ് റിലേറ്റീവ് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ്. ഇതോടുകൂടി നമ്മുടെ ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ കംപ്ലീറ്റ് ആയി. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. കൂടുതൽ വീഡിയോസിനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം.